ഞങ്ങൾ പ്രസവിക്കുന്ന മക്കളെ ഞങ്ങൾക്ക് അങ്ങനെ തരാൻ പറ്റത്തില്ല. 10 വർഷത്തിന് മേലെയായി പുലിമുട്ടിലൊരു ട്രെഡ്ജിങ് വന്നിട്ട്. നീന്തൽ പോലും അറിയാത്ത കോസ്റ്റൽ പോലീസാണ് നമ്മുടെ നീണ്ടകര കോസ്റ്റൽ സ്റ്റേഷനിലുള്ളതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അവരിവിടെ ജോലി ചെയ്യാൻ വരുന്നത് നല്ല മീന് വേണ്ടി മാത്രമാണ്. സ്ഥലം മാറ്റിയിട്ടുണ്ട്. ഞാൻ ഇനിയും എനിക്ക് അതിനകത്ത് പറയാനുള്ളൊരു അഭിപ്രായം, ഏകദേശം ഈ വകുപ്പിലോട്ട്, അതായത് നമ്മൾ ഹാർബറിലോട്ട് ഉദ്യോഗസ്ഥരെ നിയമിക്കുമ്പോൾ അതിനെക്കുറിച്ച് കുറച്ചെങ്കിലും അറിവുള്ള, അതായത് നമ്മളൊരു ഡിപ്പാർട്ട്മെൻറ്റ് കൈകാര്യം ചെയ്യുമ്പം അതിനകത്ത് ഉള്ള ഏറ്റക്കുറച്ചിലുകൾ മനസ്സിലാക്കാൻ പ്രാപ്തിയുള്ള ഉദ്യോഗസ്ഥരെ നിയമിക്കണമെന്നാണ്. അത് ഈ കോസ്റ്റൽ പോലീസിലും ഉള്ളവർക്ക് നീന്തൽ പോലും അറിയാത്ത കോസ്റ്റൽ പോലീസാണ് നമ്മുടെ നീണ്ടകര കോസ്റ്റൽ സ്റ്റേഷനിലുള്ളതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതും തന്നെയുമല്ല, അവരിവിടെ ജോലി ചെയ്യാൻ വരുന്നത് നല്ല മീന് വേണ്ടി മാത്രമാണ്. ഞാൻ ഈ ചാനലിൽ, ഞാൻ ഈ മീഡിയയിലിരുന്നിട്ട് ഞാൻ പറയുക, ഞാനത് വ്യക്തമായിട്ടും പറയുന്നു, അടി ഉറച്ച് ഞാൻ പറയുന്നു. എനിക്ക് അറിയാൻ കഴിഞ്ഞത് അവർ ജോലി ചെയ്യാൻ വരുന്നതല്ല, അവർ സുഖിക്കാൻ വേണ്ടി വരുന്ന ആളുകളാണ്. കാരണം പലരും കോസ്റ്റൽ സ്റ്റേഷനിലോട്ട് ചോദിച്ച് വന്നുകൊണ്ടിരിക്കുന്നവർ. അപ്പോൾ അതാണ് രാഷ്ട്രീയത്തിൻ്റെ സ്വാധീനം. രാഷ്ട്രീയ സ്വാധീനം ഉള്ളവർക്ക് എവിടെയും കയറി എന്തും കാണിക്കാൻ തന്നെ. ഞാൻ ഇപ്പോഴത്തെ ഭരണത്തിൻ്റെ മാത്രമല്ല പറയുന്നത്, 10 വർഷം കൊണ്ട് ഭരിച്ചവരെയും ഞാൻ പറയുന്നു. ചെയ്യേണ്ട ഒരു കാര്യങ്ങളും ചെയ്യാതെ ഇറങ്ങിപ്പോയിട്ട് ഇനി കിടന്ന് വിലപിച്ചിട്ട് ഒരു കാര്യവുമില്ല. വർഷാവർഷം നടത്തേണ്ട ട്രെഡ്ജിങ് പോലും നടത്തിയിട്ടില്ല. 10 വർഷത്തിന് മേലെയായി പുലിമുട്ടിലൊരു ട്രെഡ്ജിങ് വന്നിട്ട്. ഞങ്ങളുടെ ആളുകളെ ഇനിയും ഞങ്ങൾക്ക് ബലി കൊടുക്കാൻ പറ്റത്തില്ല. ഞങ്ങളുടെ ആളുകളെ ഇനി കുരുതി കൊടുക്കാൻ പറ്റത്തില്ല. കടലിലെ വരുമാനത്തിന് വേണ്ടിയിട്ട് അന്നന്ന് ഇറങ്ങിപ്പോയി അന്നത്തെ വരുമാനം കൊണ്ട് ജീവിക്കുന്ന ഞങ്ങളുടെ വീടുകളിലുള്ള ആണുങ്ങളെ ഞങ്ങൾക്ക് ബലി കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് വർഷാവർഷം ചെയ്യേണ്ട കാര്യങ്ങൾ, പുലിമുട്ടിന് വീതി കൂട്ടുക, അല്ലെങ്കിൽ അടിസ്ഥാനപരമായിട്ട് അതിൻ്റെ വെള്ളം ഇതാവുന്നതിനനുസരിച്ച്, പാറ താന്നു പോകുന്നതിനനുസരിച്ച് എൻ്റെ പുറത്ത് പാറ നിക്ഷേപിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ കൊണ്ടുവരണം. ഞങ്ങളൊന്നും അറിയാത്ത ആളുകളല്ലെന്നുള്ളത് ഞാൻ എല്ലാ രാഷ്ട്രീയക്കാരെയും ഞാൻ ബോധിപ്പിക്കുവാണ്. ഞങ്ങളൊന്നും അറിയാത്ത ആളുകളാണെന്ന് കരുതിയിട്ട് ഞങ്ങളെ അങ്ങോട്ട് തള്ളി മാറ്റി നിർത്തരുത്. വലിയ പ്രക്ഷോഭങ്ങളിലോട്ട് ഞങ്ങൾ പോയിപ്പോകേണ്ട അവസ്ഥയിലോട്ട് ഞങ്ങളെ എത്തിക്കരുത്. ഞാൻ വ്യക്തമായിട്ട് ഞാൻ പറയുന്നു, ഓരോ കാര്യങ്ങളും അറിഞ്ഞു വരുമ്പം ഓരോ കാര്യങ്ങളും നമ്മൾ ഇതിനകത്തോട്ട് അറിഞ്ഞ് വരുമ്പം നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. വർഷാവർഷം ഞങ്ങളുടെ ആളുകളെ കുരുതി കൊടുക്കാൻ ഇനി ഞങ്ങൾ പ്രസവിക്കുന്ന മക്കളെ ഞങ്ങൾക്ക് അങ്ങനെ തരാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ചെയ്യേണ്ട സംവിധാനങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. എൻ്റെ അച്ഛൻ്റെ 16-ന് എനിക്ക് ചടങ്ങ് ചെയ്യണം, എനിക്ക് ബലിയിടണം, എനിക്ക് അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു തരിക. ഇത് കേന്ദ്രത്തോടായാലും കേരള ഗവൺമെൻറ്റിനോടായാലും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം. മുൻപ് ചെയ്തവരെയും ഞാൻ ഈ കൂട്ടത്തിൽ പഴിക്കുന്നു. കാരണം 10 വർഷം ഇരുന്നിട്ട് വേണ്ടുന്ന ഒരു സംവിധാനങ്ങളും ചെയ്യാതെ ഇറങ്ങിപ്പോയ ഒരു ഭരണമായിരുന്നു ഈ കഴിഞ്ഞ 10 വർഷം ഉണ്ടായിരുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വീണ്ടും പറയുന്നു, ആരെയും കുറ്റപ്പെടുത്തേണ്ട. ഒരു രാഷ്ട്രീയക്കാരും പരസ്പരം ആരെയും കുറ്റം പറയാതെ എനിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ഇനി ചെയ്തു തരാൻ പറ്റുന്നവരാരാണോ അവർ മുന്നോട്ട് വന്നിട്ട് എനിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക. ഞാൻ കേന്ദ്രത്തോട് അഭ്യർത്ഥിക്കുന്നു, ഞാൻ സുരേഷ് ഗോപി സാറിനോട് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു, എനിക്ക് വേണ്ടുന്ന സംവിധാനങ്ങൾ ഒരുക്കി തരിക, അന്വേഷണം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക.